നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ തന്നെ പേരൻസിന്റെ ഏറ്റവും വലിയ സംശയമാണ് ഇനി എന്ത് ഭക്ഷണം തുടങ്ങണം. അതിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് പല ഉപദേശങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ കുറിച്ച്. അതായത് മുലപ്പാലിനോടൊപ്പം കുഞ്ഞിന് ആദ്യമായി മറ്റുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന ഘട്ടം. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സംസാരിക്കുന്നതാണ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം മതിയോ? ഇതൊരു കോമൺ ഡൗട്ടാണ്. ഒരുവിധം പാരൻസിനൊക്കെ ഉള്ളൊരു സംശയമാണിത്. അപ്പോൾ ഫസ്റ്റ് 6 മന്ത്സ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് 6 മന്ത്സിൽ നമ്മുടെ ബേബിക്ക് വേണ്ട വാട്ടർ കണ്ടന്റ്, കാലറീസ്, പ്രോട്ടീൻസ് എല്ലാം തന്നെ ഈ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് 6 മന്ത്സ് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ കോംപ്ലിമെന്ററി ഫീഡിങ് എപ്പോൾ മുതൽ തുടങ്ങണം? കോംപ്ലിമെന്ററി ഫീഡിങ് 6 മന്ത്സ് കഴിഞ്ഞ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു മിത്ത് ഓർ ഫാക്ട് റൗണ്ട് ചെയ്യാം ഡോക്ടർ. അതായത് കോമൺ ആയിട്ട് കാണുന്ന പ്രാക്ടീസസ് ഞാൻ പറയാം. അത് മിത്താണോ ഓർ അതിന് എന്തെങ്കിലും ഒരു സയന്റിഫിക് ബാക്കപ്പ് ഉണ്ടോ എന്ന് ഡോക്ടർ ഒന്ന് പറയണം. സാധാരണ കുട്ടികൾക്ക് നമ്മൾ മുലപ്പാൽ മാത്രമല്ലേ ആദ്യത്തെ 6 മാസം കൊടുക്കൂ. അപ്പൊ ഇത്തിരി കുട്ടിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് കരുതി 6 മാസം മുമ്പ് ഇത്തിരി വെള്ളം കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കോമൺലി നമ്മുടെ ഇടയിൽ കുറേ പേര് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളെ ബ്രസ്റ്റ് ഫീഡിൻ്റെ ഇടയിൽ കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടാൽ കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് കരുതി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക 6 മാസം മുന്നേ ഉള്ള കുട്ടിക്ക്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് 6 മന്ത്സ് കുട്ടിക്ക് വേണ്ട വെള്ളത്തിൻ്റെ കണ്ടന്റ് എല്ലാം തന്നെ ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 6 മന്ത്സിൽ നമുക്ക് വെള്ളം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് തേൻ കൊടുത്താൽ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എന്നുള്ളത് ശരിയാണോ? കുറേ പേര് വന്നിട്ട് പേഷ്യൻസ് ആയിട്ട് വരുമ്പം ചോദിക്കാറുണ്ട്, നമ്മൾ തേന് ഈ ഫസ്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ കൊടുക്കാവോ എന്നുള്ളത്. അല്ലെങ്കിൽ തേനും വയമ്പും എന്നുള്ള ഒരു കോമൺ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തേന് ഫസ്റ്റ് 1 ഇയർ നമുക്ക് കൊടുക്കുന്നത് സേഫ് അല്ല. ഈ 1 ഇയറിൻ്റെ ഉള്ളിൽ തേൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫൻറ്റൈൽ ബോട്ടുലിസം എന്നുള്ളൊരു രോഗമുണ്ട്. അതൊരു മാരകമായിട്ടുള്ള രോഗമാണ്. അപ്പം അത് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫസ്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ തേൻ ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. മുട്ട 1 വയസ്സിന് ശേഷമേ കൊടുക്കാവൂ? മുട്ട 1 വയസ്സിന് ശേഷമേ കൊടുക്കാവൂ എന്നുള്ളത് തെറ്റാണ്. മുട്ട നമുക്ക് ഈ കോംപ്ലിമെന്ററി ഫീഡിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പല്ല് കുട്ടികൾക്ക് ആദ്യം തന്നെ ഉണ്ടാവില്ലല്ലോ, പോകെയാണ് വരുന്നത്. അപ്പൊ പല്ല് വന്ന ശേഷം മാത്രമേ നമുക്ക് സോളിഡ് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ? കുട്ടികൾക്ക് പല്ല് വരുന്നത് ഓരോരോ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ നമുക്ക് ഈ പല്ല് വരുന്നവരെ നമുക്ക് സോളിഡ് ഫുഡ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പല്ല് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് സോളിഡ് ഫുഡ്സ് ഒക്കെ ഉടച്ച് കൊടുത്തു തുടങ്ങാം. പിന്നെ ഉള്ളത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പരിപ്പ്, പച്ചക്കറികളൊക്കെ വേവിച്ചതിന്റെ വെള്ളം കൊടുത്താൽ മതി, അതിലാണ് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത് എന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണോ അതോ തെറ്റാണോ? ഈയിടെ ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണാനിടയായി. അപ്പോൾ അതിലും അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ നമ്മൾ ഇങ്ങനത്തെ ദാലൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കൊടുത്താൽ മതി, എന്നാൽ കുട്ടിക്ക് ആവശ്യത്തിനുള്ള കാലറി കിട്ടും അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പം അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഈ വേവിച്ച വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വേണ്ടുന്ന കാലറീസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എല്ലാവർക്കും ഓരോരോ കുട്ടി നല്ല ചബ്ബിയായി കാണാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്താൽ കുഞ്ഞ് നന്നായി വളരും, അത് ശരിയാണോ? നെയ്യ് കാലറി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നെയ്യ് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാജിക് ഫുഡ് ഉണ്ടോ? അങ്ങനെ ഒരു മാജിക് ഫുഡ് എന്നുള്ളതില്ല. ഇപ്പം നമ്മൾ ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കോംപ്ലിമെൻ്ററി ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ആദ്യം തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹാൻഡ് ഹൈജീൻ കൃത്യമായിട്ട് പാലിക്കുക. ഫുഡ് ഒരിക്കലും സ്റ്റോർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്ത് പിന്നെയും ചൂടാക്കി കൊടുക്കുന്ന സിറ്റുവേഷൻസ് കുട്ടികൾക്ക് വരാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചൂടുള്ള ഫുഡുകൾ ഭയങ്കര ചൂടോടെ കൊടുക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്നുള്ള ഒരു കോമൺ ഡൗട്ടുകൾ നമ്മുടെ ഒ പിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൾച്ചറലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചോറാണ്. നന്നായിട്ട് വേവിച്ച ചോറ് ഉടച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ റാഗിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാറ്. റാഗി അയൺ റിച്ചും വൈറ്റമിൻ സി റിച്ചും ആയതുകൊണ്ട് റാഗിയാണ് ഉത്തമമായ ഓപ്ഷൻ. അപ്പോൾ റാഗി നന്നായിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് വെജിറ്റബിൾസ് വേവിച്ചിട്ട് ഉടച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഉടച്ചിട്ട് കൊടുക്കാം. അപ്പം പിന്നെ പ്യൂരീസ് ആയിട്ട് കൊടുക്കാം. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 6 months മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡുകൾ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോട്ടീന് വേണ്ടി മുട്ട കൊടുക്കാം. പിന്നെ നട്ട്സുകൾ വേണമെങ്കിൽ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലോ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ഫുഡിലെ സ്റ്റാർട്ടിങ് ഫുഡുകൾ എന്ന് പറയുന്നത്. പിന്നീടൊരു കാര്യം നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിപ്പയർഡ് ഫുഡ് പ്രോഡക്ട്സ്, അത് ഞാൻ പേരെടുത്തൊന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ പ്രിപ്പയർഡ് ഫുഡ് പ്രോഡക്ട്സ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഡോക്ടർ, ദാറ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. ഇനി ഇപ്പോഴത്തെ ഒരു മേജർ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് സ്ക്രീൻ ടൈം. മൊബൈൽ കാണിച്ചാൽ കുഞ്ഞ് നന്നായി കഴിക്കും, അല്ലെ ടി വി കാണിച്ചോളെ, ഏത് സ്ക്രീനായാലും കുട്ടികൾക്ക് അത് ഈസിയാണ്. നമുക്ക് ഭക്ഷണം കൊടുത്ത് പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവും, കുട്ടി അറിയുക പോലും ഇല്ല. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെസ്പോൺസീവ് ഫീഡിങ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസിലൊക്കെ അത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് റെസ്പോൺസീവ് ഫീഡിങ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഫീഡിങ് അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ. അതായത് പല കളേഴ്സ് കാണിച്ച്, പിന്നെ നമ്മുടെ ഓരോരോ പോസിറ്റീവായിട്ട് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് വേണം അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരിക്കലും അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കരുത്. അതായത് ഒരു വിശപ്പില്ലാത്ത കുട്ടിക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നമ്മൾ അവരെ ഫീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റ് സ്ക്രീൻ കാണുക, പിന്നെ ഒരു വായ ഫുഡ് കൊടുക്കുക എന്നുള്ളതൊരു വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്ക്രീൻ ടൈം നമ്മൾ ഈ ഫീഡിങ്ങിനിടയിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. അതായത് നമ്മൾ കുട്ടി ചിലപ്പം സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വി കാണിച്ചു കൊടുത്താൽ വേഗം ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷേ അതൊരു ആക്സെപ്റ്റബിൾ മെത്തേഡല്ല. അപ്പം ഫോണും ടി വിയും പരമാവധി ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ. അവർക്ക് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് ഫുഡ് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ പാത്രം കാലിയാക്കുന്നത് വരെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഉള്ളൊരു കൺസേൺ ആണ് പേരൻസിന്, ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അത് കുട്ടി കഴിച്ചില്ല, പിന്നെ നമ്മൾ വേറെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ കുട്ടിയൊക്കെ റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ആദിയാണ്, കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോ? ഏതൊക്കെ ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഫീഡിങ്ങിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ 6 to 9 months ഇടയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 2 to 3 തവണയും, പിന്നെ 9 to 11 months ഇടയിലാണെങ്കിൽ ഒരു 4 to 6 തവണയും, പിന്നെ ഈ 12 മാസമുള്ളൊരു കുട്ടി ആണെങ്കിൽ ആ മാസമുള്ളൊരു കുട്ടിക്ക് നമ്മൾ ഫീഡിങ് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി പോട്ട് ഫീഡിങ് എന്ന് പറയും. അതായത് 1 വയസ്സിന് ശേഷം നമ്മൾ ഫാമിലി പോട്ട് ഫീഡിങ് എന്ന് പറയും. നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ആണ് അവരെ കഴിപ്പിക്കേണ്ടത്.
അതുപോലെ നമുക്ക് ഒരു കറക്റ്റ് ഈ സമയത്ത് ഈ കുട്ടി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ചിരിക്കണം എന്നുള്ളൊരു മാൻഡേറ്ററി ഒരു ഫോഴ്സിങ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ചിലപ്പം ചില സമയത്ത് ചില കുട്ടികൾ ഫുഡ് കഴിക്കും, ചില സമയത്ത് ആ സെയിം ഫുഡ് കഴിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കും. അപ്പം അത് നമ്മൾ കുറച്ചിങ്ങനെ അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ ഈ ടോക്കിന്റെ ലാസ്റ്റ് ആയിട്ട് ഒരു ടേക്ക് ഹോം പോയിന്റ്സ് പോലെ നമ്മൾ എല്ലാ ടോക്കിന്റെയും ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു 3 പോയിന്റ്സ് എന്തായിരിക്കും? നമ്മൾ ബേസിക്കലി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മന്ത്സിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് കൊടുക്കാൻ പല രീതിയിലും പ്രഷർ വരും. ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് പ്രഷർ വരാം, ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ പ്രഷർ തരാം. പക്ഷേ ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അതൊരു റോങ് മെത്തേഡാണ്. അപ്പോൾ 6 മന്ത്സ് കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 6 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ബാക്കിയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ബ്രസ്റ്റ് ഫീഡിങ് ഇനി സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ വിചാരിക്കും. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. 2 ഇയേഴ്സ് വരെ പരമാവധി ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടും കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് വരെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഒരു അടുത്ത ടേക്ക് ഹോം പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ടിവിയോ ഫോണോ ഫീഡിങ്ങിൻ്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കുക. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഫുഡുകൾ കൊടുക്കുക. അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫീഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, നട്ട്സ് അങ്ങനെ ഹോൾ നട്ടായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഹോൾ നട്ടായിട്ട് കൊടുത്താൽ ചോപ്പിങ്ങിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഹോൾ നട്ടായിട്ട് കൊടുക്കാതെ നട്ട്സ് ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മീറ്റും എഗ്ഗും ഒക്കെ കൊടുക്കാം. അതിനങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ കേൾക്കുന്ന എല്ലാ ഉപദേശങ്ങളും ശരിയാകണമെന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന പല വിശ്വാസങ്ങളും കുറേയൊക്കെ മിത്താണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈസിലി ആയിട്ട് ഒരു പീഡിയാട്രീഷ്യനെ അപ്രോച്ച് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. വീണ്ടും മറ്റൊരു ആരോഗ്യ വിഷയവുമായി കാണാം. നന്ദി. താങ്ക് യു.